ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ ബോംബ് സ്റ്റാർ എന്ന് വിളിച്ചിട്ട് എനിക്ക് തന്നെ നാണക്കേട് തോന്നുകയാണ്. ദി ഒപ്പൻ ഹൈമ ഓഫ് മോളിവുഡ് ധ്യാൻ ശ്രീനിവാസന്റെ അടുത്തൊരു വൃത്തിക്കുള്ള ബോംബ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അയ്യർ ഇൻ അറേബ്യ സൺനെക്സ്റ്റ് ആപ്പിലാണ് റിലീസായിരിക്കുന്നത്. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ മെഗാ സീരിയലിന് വന്നിട്ട് സക്സസ് സെലിബ്രേഷൻ. ഈ സിനിമ റിലീസായ അന്ന് കേക്ക് ഒക്കെ മുറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആരെങ്കിലും ബർത്ത്ഡേ ആയതുകൊണ്ടാണോ അതോ തിയേറ്ററിൽ ആദ്യത്തെ ഷോ കളിച്ചോണ്ടാണോ എന്നും അറിയില്ല. ദുർഗ ക്രിസ്റ്റിയൻ ഈ സിനിമയിലെ നായിക ആള് പറയണ്ടായിരുന്നു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി പടത്തിൽ അഭിനയിച്ചതിൽ അഭിമാനമുണ്ട്. ഈ ഓസ്കാർ വിന്നിംഗ് പടത്തിൽ അഭിനയിച്ചുകൊണ്ടായിരിക്കും ആള് വന്നിട്ട് ഫീൽഡ് ഔട്ട് ആയി പോയത്. ഇത് ഫാമിലിയെ ഉറക്കാനുള്ള പടം. നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ വല്ല ഉറക്കത്തിന് പ്രശ്നമുണ്ടെങ്കിൽ സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു പടമാണ്. ഇതൊക്കെ വന്നിട്ട് വല്ല സൂര്യയിലോ ഏഷ്യാനെറ്റിലോ സീരിയലായിട്ട് ഇറക്കിയെന്ന് വെച്ചാൽ വല്ല ചാച്ചിമാരും ഇരുന്ന് കരഞ്ഞുണ്ടാവും, ബാക്കിയുള്ളവരുടെ ഉയരെങ്കിലും രക്ഷപ്പെട്ടുണ്ടാവും. ഇത്രയും വെറുപ്പിക്കുന്ന ഒരു പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ധ്യാൻ ശ്രീനിവാസന്റെ എല്ലാ പടവും ബോംബാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു അപരാധം ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല പറയാം. യൂഷ്വലി നമുക്ക് മലങ്കൾട്ട് അല്ലെങ്കിൽ കോമാളി പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ആ ഒരു മോഡിലോട്ടും പോകാൻ പറ്റില്ല. സംഘികളെ ട്രോൾ ചെയ്യുന്ന പടമാണ്. അതായത് വന്നിട്ട് മറ്റേ പതഞ്ജലിക്ക് പകരം കൃതഞ്ജലി, അതേപോലെ തന്നെ മറ്റേ പശുവിന്റെ മൂത്രം കുടിക്കുക, പശുവിന്റെ ഈ ചാണകം വന്നിട്ട് തലയിൽ തേച്ചു വെച്ച് ജലദോഷം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ ശരി. ഇത് ത്രൂ ഔട്ട് ഒരു പടത്തിൽ ഇതന്നെ ഇവർക്ക് പറയാനുള്ളൂ. അജാതി വെറുപ്പിക്കലുമായിരുന്നു. സോ ഇതിൽ നമ്മുടെ ലെജൻഡറി ആക്ടർ ഉർവശിയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. ആളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു അപരാധത്തിൽ കയറി അഭിനയിക്കുന്നതാണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തിരുവനന്തപുരത്തെ പറ്റിയിട്ട് ഒരു പാട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു തിരുവനന്തപുരംകാരനെ കണ്ടു കഴിഞ്ഞാൽ മട്ടല് വെട്ടി അടിക്കും പറ. അജാതി ഒരു വെറുപ്പിക്കൽ പാട്ടായിരുന്നു. മുകേഷാണ് ഇതിൽ അയ്യർ എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസന് കേരളത്തിൽ ബോംബിട്ട് മതിയായുണ്ട്. അണ്ണൻ ദുബായിൽ പോയിട്ടാണ് ഇത് ബോംബിട്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഈ അയ്യര് വന്നിട്ട് നേരെ ദുബായി പോകണമെന്നൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര വെറുപ്പിക്കില്ല. ഈ സിനിമയൊക്കെ കണ്ടു തീർക്കാൻ പറ്റിയ ബുദ്ധിമുട്ട് 2.25 മണിക്കൂർ എന്തോ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടു തീർക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. കോമഡി ഒന്നുമില്ല. കുറെ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വീണ്ടും അവർ ഒന്നും കൂടി ഫീൽഡ് ഔട്ട് ആക്കി വിടാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പടം. ഈ സിനിമയിൽ ഒരു പോസിറ്റീവും ഇല്ല. വേണമെങ്കിൽ ഒരു പോസിറ്റീവ് എന്ന് പറയാനില്ല. ഇതിലൊരു ലാബ്രഡോർ ഒരു ഗോൾഡൻ റിട്രീവർ എന്തോ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രം വൃത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ വെറുപ്പിക്കലാണ്. ഇതിലത്തെ തമാശയൊക്കെ എങ്ങനെയാ അറിയോ? പശു ചവിട്ടിയപ്പോ പശു കരാട്ടെ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇതിലത്തെ തമാശ. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആൻഡ് ഇങ്ങനത്തെ ഒരു കോമാളി പടത്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസറിന്റെ തലയിൽ എന്താണെന്നാണ് മനസ്സിലാവാത്തത്. എന്നിട്ട് ഇവർ ആൾക്കാർ സിനിമയെ കുറ്റം പറയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. ഇങ്ങനത്തെ അപരാധം എടുത്തു വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കാവാത്തൊരു പടമാണ്. ധ്യാൻ ശ്രീനിവാസനൊക്കെ വന്ന് യൂഷ്വൽ ആ മറ്റേ മടിയനായിട്ടുള്ള ഒരു ക്യാരക്ടർ, എല്ലാ പടത്തിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒന്നും ചെയ്യാൻ വയ്യ, അത് നേരെ കടപ്പും ചായ കൂടി ഇതൊക്കെ ആയിട്ട് പണിയില്ലാത്തൊരു ക്യാരക്ടർ. സോ ആൾക്കും വലിയ പെർഫോം ചെയ്യാനൊന്നും ഇല്ല. പിന്നെ ആൾക്ക് പിന്നെ പെർഫോമൻസിന്റെ അതിന്റെ കാര്യമൊന്നും വേണ്ടല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ